വിജിൽ എന്ന യുവാവിന്റെ മരണം വലിയ രീതിയിലുള്ള ഊഹാപോഹങ്ങളിലേക്കും കൊലപാതകമാണോ എന്നുള്ള സംശയങ്ങളിലേക്കും വളർന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വിജിൽ. ആ വിജിൽ ലഹരിമരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് മരിച്ച ശേഷം ചതുപ്പിൽ താഴ്ത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുഖ്യപ്രതിയുമായിട്ട് തെളിവെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് സരോവരം തണ്ണീർത്തടത്തിന് സമീപത്തെ ചതുപ്പിലാണ് പോലീസ് പരിശോധന ആരംഭിച്ചത്. ഫോറൻസിക് വിദഗ്ധരുണ്ട്, റവന്യൂ അധികൃതരുണ്ട്. അവരുടെയൊക്കെ മേൽനോട്ടത്തിലാണ് മുഖ്യപ്രതിയായിട്ടുള്ള കെ നിഖിലിനെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തുന്നത്. റിയാസ് KMR ചേരുന്നു. കെ നിഖിൽ മുഖ്യപ്രതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ വാർത്ത കേൾക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ഒരു സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളത്, നമ്മൾ സൂചിപ്പിച്ചത് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ വിജിൽ ലഹരിമരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന്, അതായത് വിജിൽ സ്വയം ലഹരിമരുന്ന് കുത്തിവെച്ചു എന്നുള്ളതാണോ, വിജിലിനെ കൂട്ടുകാർ ലഹരിമരുന്ന് കുത്തിവെച്ചു എന്നുള്ളതാണോ, അതിനെ തുടർന്ന് മരിച്ച ശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാർത്ത എളുപ്പത്തിൽ പറയുന്നതിന് വേണ്ടി ഒരു വാക്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്നേ ഉള്ളൂ. പോലീസ് അന്വേഷണത്തിലായിരിക്കും ഒരു പക്ഷേ അത് ഏത് രീതിയിലാണ്, അങ്ങനെ മരിച്ച ശേഷം മരിക്കുകയായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കാണല്ലോ, അതറിയുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് തെളിവെടുപ്പ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് റിയാസ് KMR? തീർച്ചയായും എം എസ് ചോദിച്ചതിന് ആദ്യം തന്നെ ഒരു ഉത്തരം പറയാം. കാരണം ഈ വിജിലിന്റെ ശരീരത്തിൽ മുഖ്യപ്രതി, ഒന്നാം പ്രതിയായിട്ടുള്ള കെ നിഖിൽ, ഈ കെ നിഖിൽ അമിതമായ അളവിൽ ബ്രൗൺ ഷുഗർ കുത്തിവെച്ചതാണ് പിന്നീട് മരണകാരണം എന്നുള്ള രീതിയിലാണ് FIR സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒന്നാം പ്രതിയാണ് ഈ കെ നിഖിൽ. മൂന്നാം പ്രതിയാണ് ദീപേഷ്. അതിൽ തന്നെ ഈ കെ നിഖിലിനെയാണ് പലപ്പോഴും തെളിവെടുപ്പ് സ്ഥലങ്ങളിൽ എത്തിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കോഴിക്കോട് സരോവരത്തുള്ള ചതുപ്പിൽ പരിശോധന നടത്താനായി കെ നിഖിലിനെ എത്തിച്ചത്. പ്രതിയെ അല്പം മുൻപ് ഇവിടേക്ക് എത്തിച്ചു. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം ആ സ്പോട്ട് ഏതാണെന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. സ്പോട്ട് കണ്ടെത്തി. നിഖിൽ കൃത്യമായി ആ സ്പോട്ട് പോലീസിന് കാണിച്ചു കൊടുത്തു. പോലീസ് മാത്രമല്ല, ഫോറൻസിക് വിദഗ്ധരുണ്ട്, മറ്റ് വിരലടയാള വിദഗ്ധർ അടക്കമുള്ള സയന്റിഫിക് വിദഗ്ധരുമുണ്ട്. കൂടാതെ തഹസിൽദാർ, അല്പം മുൻപ് എത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ വലിയൊരു സാന്നിധ്യം ഇവിടെയുണ്ട്. അങ്ങനെ കൃത്യമായ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. ഇവിടെ മൃതദേഹത്തിന്റെ അവശിഷ്ടം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. നേരത്തെ 8 മാസം മുൻപ് ഈ കെ നിഖിലും കൂട്ടുപ്രതികളും ചേർന്ന് ഈ വിജിലിന്റെ മൃതദേഹത്തിന്റെ അസ്ഥികൾ ശേഖരിച്ച് അത് കടലിൽ ഒഴുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന പ്രതികളുടെ തന്നെ മൊഴിയുണ്ട്. ആ മൊഴി പരിശോധിച്ചത് കൂടിയാണ് ഇന്നിപ്പോൾ പരിശോധന നടത്തുന്നത്. പ്രധാനമായും വ്യക്തമാകുന്ന ഒരു കാര്യം, അന്ന് ചില അസ്ഥികൂടങ്ങൾ മാത്രമാണ് അവർ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. മൃതദേഹത്തിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ആ സ്ഥലത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഈ ചതുപ്പിലെ വെള്ളം വറ്റിക്കേണ്ടതുണ്ട്. ആ വെള്ളം വറ്റിക്കുന്നതിന് ആവശ്യമായ അഗ്നിരക്ഷാ സേനയുടെ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റ് ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു പരിശോധന തുടങ്ങിയിരിക്കുന്നത്. MS, ഇത് കോടതിയിലേക്ക് വരുമ്പോൾ കോടതിയെ സംബന്ധിച്ചിട്ടും ഒപ്പം തന്നെ പോലീസുകാരെ സംബന്ധിച്ചിട്ടും ഉള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സമാകാൻ സാധ്യതയുള്ളത്, ഇവരെല്ലാവരും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്നുള്ള രീതിയിലാണല്ലോ ഈ വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന മരിച്ച ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിജിൽ അടക്കമുള്ളവർ, ഒപ്പം തന്നെ വിജിലിൻ്റെ കൂടെ ഇരുന്ന് ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള മറ്റുള്ളവരെല്ലാം ബ്രൗൺ ഷുഗർ അമിത അളവിൽ കുത്തിവെച്ചു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ പറയുന്നവരും ബ്രൗൺ ഷുഗർ അമിത അളവിൽ ഉപയോഗിക്കുന്നുണ്ടാവാം. അപ്പോൾ ലഹരിയുടെ അടിസ്ഥാനത്തിൽ, ലഹരിയുടെ മായിക ലോകത്തിൽ അതിൻ്റെ ഭ്രമാത്മകതയിൽ ചെയ്ത ഒരു കാര്യം ആണ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഈ പറയുന്ന തെളിവെടുപ്പ് നടത്തുന്ന മുഖ്യപ്രതി അടക്കമുള്ളവർക്ക് വലിയൊരു ഇളവ്, അതിൻ്റെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ഒന്നാണ്, സ്വബോധത്തിൽ അല്ല എന്നൊരു ഇളവ് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരാൻ സാധ്യതയുണ്ടോ? മാത്രമല്ല, ഇവരുടെ മൊഴികൾ തന്നെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയും? കാരണം ഇപ്പോഴും ഇവർ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ. ഈ ഒരു സംഭവത്തിന്റെ ചില സാഹചര്യങ്ങൾ കൂടി പ്രധാനമാണ്. അതായത് ഈ 2019 മാർച്ച് 24-നാണ് ബൈക്കിൽ വീട്ടിലേക്ക് വിജിൽ പുറത്തിറങ്ങുന്നത്. അതിനുശേഷമാണ് വിജിലിനെ കാണാതാകുന്നത്. അങ്ങനെ കാണാതായ വിജിലാണ് പിന്നീട് എലത്തൂർ പോലീസ് ഈ തിരോധാന കേസ് അന്വേഷിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോഴാണ് KR രഞ്ജിത്ത് എന്ന് പറയുന്ന പോലീസ് ഇൻസ്പെക്ടർ ചുമതലയേൽക്കുകയും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ T നാരായണദാസ് ഇതിന്റെ അന്വേഷണ ചുമതല വിജിലിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത്, ഈ വിജിലിന്റെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വിജിലും ഒപ്പം തന്നെ മറ്റു 3 പ്രതികളും തമ്മിൽ ഈ സരോവരത്തെ ഈ ഒരു ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് ഇവർ മദ്യപിക്കുകയും പിന്നീട് മദ്യലഹരിയിലായിരുന്ന വിജിലിന്റെ ശരീരത്തിലേക്കാണ്
ഈ അമിത അളവിലുള്ള ബ്രൗൺ ഷുഗർ മുഖ്യപ്രതിയായിട്ടുള്ള KK നിഖിൽ കുത്തിവെക്കുകയും ചെയ്തിട്ടുള്ളത്. അന്ന് ഈ വിജിൽ അവിടെ ആ അബോധാവസ്ഥയിൽ വീഴുകയും പിന്നീട് മറ്റ് 3 സുഹൃത്തുക്കളും പോവുകയായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞാണ് ഈ വിജിലിന്റെ കാര്യം ഇവർക്ക് ഓർമ്മ വരികയും അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഇവർ തിരിച്ചെത്തി നോക്കുന്ന സമയത്താണ് വിജിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അങ്ങനെ ഒരു സ്വബോധത്തിൽ തന്നെയാണ് ഇവർ ഈ ഒരു മൃതദേഹം ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതൊരു ലഹരി ഉപയോഗിച്ച ശേഷം ഉടനെ നടന്ന സംഭവമല്ല. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് ലഹരിയുടെ കെട്ടൊക്കെ മാറി കൃത്യമായ സ്വബോധത്തിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഒരു ശക്തമായ രീതിയിലുള്ള തെളിവുകളുടെ ഒരു ആവശ്യം കൂടിയുണ്ട്. അതിനുള്ള ഒരു പരിശ്രമമാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നത്. കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക. ഇന്നലെ കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ തെളിവിൽ വിജിൽ അന്ന് ഉപയോഗിച്ച ബൈക്ക് മാലിന്യക്കൂമ്പാരങ്ങൾക്കിടയിൽ പ്രതികൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ആ ബൈക്ക് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിജിലിന് അന്നത്തെ മൊബൈൽ ഫോൺ വീണ്ടെടുക്കുക അസാധ്യമാണ്. കാരണം 6.5 വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സംഭവം നടന്നിട്ട്. ആ ഒരു 6.5 വർഷത്തിന് ശേഷമുള്ള ഒരു കേസിലാണ് നമ്മൾ ഒരുപക്ഷെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ, ഒരുപക്ഷെ ദൃശ്യം സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഇങ്ങനെ കെട്ടിത്താഴ്ത്തിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന, കുഴിച്ചുമൂടിയ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ്. സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഒരു രംഗങ്ങൾ തന്നെയാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതും വിജിലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇങ്ങനെ ഇത്തരത്തിൽ പെരുമാറിയിരിക്കുന്നത്. വിജിലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇങ്ങനെ പെരുമാറിയിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അതെ, എന്ന് മാത്രമല്ല ആ അസ്ഥികളൊക്കെ കടലിലൊഴുക്കി എന്ന് പറയുന്നതിനകത്ത് ഒരു ആത്മീയതയുടെ പ്രതലം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അത് കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ന് പോലീസ് കരുതുന്നുണ്ടാവണമല്ലേ? ാണ് സാധ്യത. ഒന്ന്, തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരിക്കണം. ഇവിടെ ഒരു ക്രിമിനൽ മൈൻഡ് ഉപയോഗിച്ച് തെളിവ് നശിപ്പിക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കണം. അല്ലാത്തത് നമുക്കൊരു കൗതുകമായിട്ടാണ് തോന്നുന്നത്. സാധാരണ നമ്മൾ ഈ പറയുന്ന പോലെ സത്യസന്ധനായ കള്ളൻ എന്ന് പറയുന്ന പോലെ ഒരു ആത്മീയതയുള്ള ഒരു കുറ്റവാളികൾ എന്ന് വേണമെങ്കിൽ ഇവരെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം സുഹൃത്തിനെ ഇത്തരത്തിൽ കുഴിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ആ സുഹൃത്തിന്റെ ആത്മാവിന് ശാന്തി ലഭിച്ചില്ലല്ലോ എന്ന് കരുതി പിന്നെ ഇവിടെ വന്ന് അതിന്റെ കുഴി മാന്തി അവിടെയുള്ള അസ്ഥികൾ എല്ലാം തന്നെ, കിട്ടിയ അസ്ഥികളെല്ലാം എടുത്ത് കടലിൽ ഒഴുക്കുക എന്ന് പറയുന്നത് ആ സുഹൃത്തിന് ബലിയർപ്പിക്കുക എന്നതിനേക്കാൾ, അല്ലെങ്കിൽ ആ സുഹൃത്തിന്റെ ആത്മശാന്തിക്കായി ഒരു ബലിതർപ്പണം നടത്തുക എന്നതിനേക്കാൾ തെളിവ് നശിപ്പിക്കാനുള്ള മറ്റൊരു സാഹചര്യം കൂടിയായി അന്വേഷണ സംഘം ഇതിനെ കരുതുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഇവരുടെ മൊഴി അങ്ങനെ മുഖവിലയ്ക്കൊന്നും എടുത്തിട്ടില്ല പോലീസ് കൃത്യമായി തന്നെ. കാരണം ഈ കുറ്റവാളിയെക്കാളും ബുദ്ധിയുള്ള ആളുകളാണല്ലോ പോലീസിലുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി അതിൽ അന്വേഷണം നടത്തും. അതിന് ആവശ്യമായ തെളിവുകളാണ് ഇപ്പോൾ ശേഖരിച്ച് തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുകയാണെങ്കിൽ ഈ കേസിലെ ഏറ്റവും നിർണായകമായ തെളിവായി അത് മാറും. അതിനുശേഷം അതിന്റെ DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അധികൃതർ നീങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സയന്റിഫിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ഈ ഒരു മൃതദേഹം കുഴിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആ പ്രവൃത്തി ഇപ്പോൾ അത് തുടങ്ങിയിരിക്കുന്നത് ഇവരുടെ സാന്നിധ്യത്തിലാണ്. ഇവിടെ സയന്റിഫിക് വിദഗ്ധരുണ്ട്, അതായത് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും അടക്കമുള്ളവരെ എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി പുരോഗമിക്കുന്നത്. ഇതിനെല്ലാം മേൽനോട്ടം വഹിച്ച് കോഴിക്കോട് ACP TK അഷ്റഫും ഒപ്പം തന്നെ ഈ എലത്തൂർ പോലീസ് ഇൻസ്പെക്ടറായ KR രഞ്ജിത്തിന്റെയും അടക്കം നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സന്നാഹം തന്നെയുണ്ട്. എന്നാലും നമുക്കിപ്പോൾ ഇവിടെ കാണാം ഈ ഒരു സ്ഥലത്ത് പോലീസിന്റെ ഒരു അതിര് കെട്ടി ഇവിടെ അകത്തേക്ക് ആർക്കും പ്രവേശനമില്ലാത്ത രീതിയിൽ തന്നെയാണ്, ഇവിടെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ക്രമീകരണങ്ങളെല്ലാം പുരോഗമിക്കുന്നത്. ഇതിന് കൃത്യമായി ഈ കേസിന്റെ കൃത്യമായ തെളിവ് ശേഖരണത്തിൽ പോലും ഒരു രഹസ്യ സ്വഭാവം വേണം എന്നുള്ളതാണ്. കാരണം ഒരു നിമിഷത്തിൽ പോലും മറ്റൊരു പ്രതി ഇപ്പോൾ പുറത്തുണ്ട്. 2ാം പ്രതിയായ രഞ്ജിത്ത്, പൂവാട്ടുപറമ്പ് സ്വദേശി രഞ്ജിത്ത് ഇപ്പോഴും ഒളിവിലാണ്. അയാൾക്ക് രക്ഷപ്പെടേണ്ട സാഹചര്യം ഒരുക്കരുത് എന്നുള്ളത് കൂടി അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അന്വേഷണ സംഘം അയാളെ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമം ഇതിന്റെ സമാന്തരമായി നടത്തുന്നുമുണ്ട്. MS